ഹലോ, ഇന്ന് നമ്മൾ പോകുന്നത് എവിടെക്കാന്ന് വെച്ചാൽ മണ്ണാർക്കാട്ടേക്കാണ് പോകുന്നത്. ഈ മണ്ണാർക്കാട്ടേക്ക് പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളിന്ന് ഗോൾഡ് എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അനിയത്തിയുടെ മാരേജാണ്. അപ്പോൾ അവൾക്കുള്ള ഗോൾഡ് എടുക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഇപ്പോൾ സമയം ഏകദേശം 4 മണിയാണ്. മണ്ണാർക്കാട് എത്തിയപ്പോൾ ഒരു ശാന്തമായ നല്ലൊരു അന്തരീക്ഷമാണ്. മഴയും വെയിലൊന്നും ഇല്ലാത്തൊരു നല്ലൊരു സുഖമുള്ള അന്തരീക്ഷം. ഇന്നലെ നല്ല മഴയും കാറ്റുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കളക്ടർ എന്ത് ചെയ്തു, സ്കൂളിന് ലീവ് കൊടുത്തു. സ്കൂൾ മദ്രസ ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ ലീവ് കൊടുത്തത് മഴ അറിഞ്ഞത് കൊണ്ടാണോ ഒന്നും അറിയില്ല. ഇന്ന് മഴ എന്ന് പറഞ്ഞ സംഭവമേ ഉണ്ടായിട്ടില്ല നേരം വെളുത്തിട്ട് ഈ സമയം വരെ. അങ്ങനെ നമ്മൾ ഇവിടെ എത്തി നമ്മുടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. ഇനി നമ്മൾ പോകുന്നത് കവിത ജ്വല്ലറിയിലേക്കാണ്. ഇനി ഈ കവിത ജ്വല്ലറി എവിടെയെന്ന് വെച്ചാൽ മണ്ണാർക്കാട് ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടപ്പുറത്താണ്. മനസ ടെക്സ്റ്റൈൽസ് ഉണ്ട്, അതിൻ്റെ തൊട്ട് തന്നെ. ഞങ്ങളിവിടെ വന്ന് നിന്നു. പക്ഷെ ഉപ്പ വന്നിട്ടുണ്ടായില്ല. ഉപ്പാനെ വെയിറ്റ് ചെയ്തും കൊണ്ട് നിൽക്കുകയാണ് പുറത്ത്. അങ്ങനെ ഞങ്ങളിതാ പോന്നു. ഞങ്ങളിതാ അകത്ത് പോകണു. എന്താ രസം കാണാനില്ലേ? രസം മാത്രമേ ഉള്ളൂ. തൊട്ട പൊള്ളുന്ന വിലയുണ്ട് സ്വർണത്തിന്. ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ സ്ത്രീകളായതുകൊണ്ട് സ്വാഭാവികമായി ഇതൊക്കെ മേടിക്കാൻ തോന്നും. പക്ഷെ ഇതൊക്കെ മേടിക്കാൻ തോന്നിയിട്ട് കാര്യമില്ല. കാരണം ഇതിൻ്റെ വില 74,000 രൂപയാണ് ഒരു പവന് സ്വർണം എന്ന് പറയുന്നത്. പണ്ട് 22,000 എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് കയറിയപ്പോൾ അത് ഭയങ്കര റേറ്റ് ചെയ്തു. അങ്ങനെ 22 കടന്നു, 30 കടന്നു, 40 കടന്നു, 50, 60, 70 കടന്നു, 75 അങ്ങനെ നമ്മൾ ഫസ്റ്റ് നോക്കുന്ന മാല കേട്ടോ. നമ്മളിതിന് മുന്നേ വന്നിട്ട് ഇത് സെലക്ട് ചെയ്ത് നോക്കി പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നല്ല ഇപ്പോൾ എടുത്തത്. അതൊക്കെ മാറ്റിയിട്ട് ഇപ്പോൾ വേറെയാണ് എടുത്തിട്ടുള്ളത്. ഫസ്റ്റ് മാല എടുത്തിട്ട് പിന്നെ ബാക്കി എടുക്കാമെന്ന് കരുതിയിട്ടാണ്. നമ്മൾ പറഞ്ഞ അതിനനുസരിച്ച് അവർ എത്ര ഗ്രാം പവൻ അനുസരിച്ച് സെറ്റ് ചെയ്ത് തന്നു. അങ്ങനെ നമ്മൾ മാലയൊക്കെ സെറ്റ് ചെയ്തു. ഇതെല്ലാട്ടോ മാല വേറെയാണ്. പിന്നെ നമ്മൾ അടുത്ത് വളകളാണ് നോക്കുന്നത്. അങ്ങനെ വളകളും നമ്മൾ അത്യാവശ്യമൊക്കെ നോക്കിയെടുത്തു. അതിനുശേഷം പിന്നെ പാദസരം. ഏറ്റവും കൂടുതൽ നല്ല കളക്ഷൻ എനിക്ക് മാലകളാണ് തോന്നിയത് കേട്ടോ. വളകളേക്കാൾ കൂടുതൽ കളക്ഷൻസ് മാലകളുണ്ട് അവിടെ. നല്ല ഭംഗിയുണ്ട്. നമ്മൾ മാലയും പാദസരവും വളയ്ക്കാതെ സെലക്ട് ചെയ്ത് വെച്ചിരുന്നു. നമ്മൾ എന്ത് ചെയ്തു, വീണ്ടും വളയെടുത്തിട്ട് വീണ്ടും മാറ്റി. അപ്പോൾ നമ്മൾ നേരത്തെ വളയും മാലയും എന്നൊക്കെ സെലക്ട് ചെയ്ത് വെച്ചിരുന്നു. പക്ഷേ ഇവിടെ വന്ന് നോക്കിയപ്പോൾ ഇതിനൊക്കെ ഭംഗിയുള്ള കുറച്ച് വളകളുണ്ട്. അപ്പോൾ അത് മാറ്റി വേറെ എടുത്തു. ഇപ്പോൾ തന്നെ സമയം ഏകദേശം 6 മണി ആയിട്ടുണ്ട്. നമ്മൾ 4 മണിക്ക് വന്നതാണ് കേട്ടോ. പിന്നെ നമ്മൾ ടെക്സ്റ്റൈൽസിലും ജ്വല്ലറിയിലും കയറിയ പിന്നെ നമ്മുടെ സമയം പോകുന്നത് അറിയില്ല. കാരണം എത്ര പെട്ടെന്ന് 2 മണിക്കൂർ കഴിഞ്ഞു. അങ്ങനെ നമ്മൾ വളയൊക്കെ നോക്കി. ഇനി നമ്മൾ റിംഗ് ആയിട്ട് നോക്കുന്നത്. ഇനി അടുത്തത് റിങ്സാണ്. ഞങ്ങൾ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നമ്മുടെ കൂടെ വന്ന് അച്ചുറിച്ചും അവരൊക്കെ അവിടെ ഇരുന്ന് മടുത്ത്. പിന്നെ കുറച്ച് ബലൂണൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. വന്ന സമയത്തിന് ഇതിന് മുകളിൽ പോയിട്ട് ബോളൊക്കെ ഇട്ടൊരു സ്ഥലം കളിക്കുന്നത്. അവിടെ പോയി കളിച്ചു. അത് കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ക്ഷീണിച്ചിട്ട് ഇവിടെ വന്നിരിക്കുക 3 പേരും. അങ്ങനെ സെലക്ട് ചെയ്തിട്ട് ഒന്നും ആയിട്ടില്ല. കുറേ നോക്കി. ഇത് നമ്മൾ കുറേ കാണുമ്പോൾ നമുക്ക് എന്താ എടുക്കേണ്ടതെന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടാവും. മറിച്ച് 1, 2, 3 നമുക്ക് പെട്ടെന്ന് സെലക്ട് ചെയ്യാം. ഇത് ഒരുപാട് ഉണ്ടാകുമ്പോൾ അതിനേക്കാൾ ഭംഗി അടുത്തത് തോന്നും. അതാണ് സംഭവം. അങ്ങനെ അവൾ കുറേ ഇട്ട് നോക്കി. അവസാനം അവൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതൊക്കെയോ അവൾ സെലക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ അത്യാവശ്യം വേണ്ടതെല്ലാം സെലക്ട് ചെയ്തു. ഒക്കെ റെഡി ആക്കിയിട്ടുണ്ട്. ഞങ്ങൾ അവിടുന്ന് പോകുന്നത് സമയം ഒരു ഏകദേശം 8 മണി ആയിട്ടുണ്ട്. പിന്നെ നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. നമ്മൾക്ക് കുറഞ്ഞതിലും കൂടുതലൊക്കെ ആയിട്ടുള്ള എല്ലാ തരത്തിലുള്ള മാലയും വളയും റിങ്ങും എല്ലാം തന്നെ അവിടെ ഉണ്ട്. ആദ്യം നമുക്ക് കുറച്ച് വെള്ളം തന്നു. അത് കഴിഞ്ഞപ്പോൾ ചായ കുടിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ സ്വർണ്ണമൊക്കെ എടുത്ത് റെഡിയായി, എല്ലാം സെറ്റായി. സ്വർണ്ണം അവിടെ തന്നെ കൊടുത്തിരിക്കുകയാണ്. ഈ വെഡ്ഡിങ്ങിൻ്റെ അന്നോ അല്ലെങ്കിൽ തലേദിവസം അവിടെ നിന്ന് കൊണ്ടുവരാമെന്ന് വെച്ചിട്ടാണ്. രാവിലെ അകത്ത് കയറി രാത്രി പുറത്തിറങ്ങി. ശരിക്കും നമ്മൾ 4 മണിക്ക് പോയത്, അതുകൊണ്ടാണ് ഇത്ര സമയം വൈകിയത്. അങ്ങനെ നമ്മൾ അവിടുന്ന് പോന്നു, ഫുഡൊക്കെ കഴിച്ചു. ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.